ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ ഇന്ത്യയിൽ സ്വതന്ത്രമായ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ സെഗ്മെൻറ്റിലും ഇവർ വാഹനങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മോഡൽ എന്നുള്ളത് റെനോയുടെ ഡസ്റ്റർ എന്നൊരു മോഡലാണ്. ഇപ്പോൾ MPV വിഭാഗം കൈയടക്കാൻ വേണ്ടി ഒരു പുതിയ മോഡലിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്, ലോഡ് ജി. ശരിക്കും ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ ഈ വിഭാഗത്തിൽ ശക്തമായ ഒരു മത്സരം നടക്കുന്ന വേളയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും. നിലവിലുള്ള മറ്റു മോഡലുകളിൽ നിന്ന് എന്തൊക്കെ പുതുമകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ വാഹനത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാ വിഭാഗത്തിലും വാഹനങ്ങളെ അവതരിപ്പിച്ച വാഹന നിർമ്മാതാക്കളാണ് റെനോ. പൾസ് എന്ന ഹാഷ് ബാക്കിൽ തുടങ്ങി കോലിയോസ് എന്ന SUV വരെ എത്തി നിൽക്കുന്നു ഇവരുടെ മോഡലുകൾ. എന്നാൽ MPV വിഭാഗത്തിൽ ആദ്യമായി അവതരിപ്പിച്ച മോഡലാണ് ലോഡ് ജി. മറ്റു രാജ്യങ്ങളിൽ ഇവരുടെ മറ്റ് MPVകൾ ലഭ്യമാണ് എങ്കിലും ഇന്ത്യയിൽ ഇതാദ്യമായി ഒരു മോഡലിനെ അവതരിപ്പിച്ചു. നിലവിലെ മറ്റ് MPVകളുമായി മത്സരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. കാഴ്ചയിൽ MPVയുടേതായ ഒരു ഭാവം ഇത് നൽകുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ മികവിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ ചില സ്ട്രിപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയേറ്റർ ഗ്രില്ലാണ്. അതിന് മധ്യഭാഗത്ത് റെനോയുടെ വലിയ ലോഗോ ഘടിപ്പിച്ചിരിക്കുന്നു. ഹെഡ്ലൈറ്റിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററും അതുപോലെയുള്ള മറ്റ് ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബമ്പർ ആണെങ്കിലും ശരി, ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗം മുതൽ താഴേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ വിദേശങ്ങളിൽ ലഭ്യമാകുന്ന മറ്റ് റെനോയുടെ ഇത്തരം വാഹനങ്ങളിൽ ക്രോമിയത്തിൻ്റെ ഘടകങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊന്ന് വൃത്താകൃതിയിലുള്ള ഒരു ഫോഗ് ലാമ്പാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ പരന്ന രീതിയിലുള്ള എന്നാൽ കുറച്ച് വീതി കൂടിയ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബോണറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ നിറം എന്ന് വേണമെങ്കിൽ അടിസ്ഥാനപരമായി ഇതിൻ്റെ ആ ഒരു മുൻഭാഗത്തിന് നൽകിയിരിക്കുന്ന നിറത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. കാര്യം ആ ഒരു ഫോഗ് ലാമ്പ് ഇരിക്കുന്ന ഭാഗവും അല്ലെങ്കിൽ മറ്റ് SUVകളിൽ കാണുന്ന ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം ഇരിക്കുന്ന ആ സ്ഥലത്തൊക്കെ ശരിക്കും ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതായത് എടുത്തു പറഞ്ഞാൽ എയർ ഡാമിൻ്റെ ഭാഗം പൂർണ്ണമായും കറുപ്പ് നിറത്തിൽ തീർത്തിരിക്കുന്നു. ഒരു വൈറ്റ് വാഹനത്തിന് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് സെപ്പറേഷൻ വരുമ്പോൾ ശരിക്കും ഒരു ഭംഗി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് അടിഭാഗത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുകയുമാണ്. പൊതുവിൽ നോക്കിയാൽ മുൻഭാഗത്തെ ഡിസൈൻ എന്നുള്ളത് ആ ഒരു MPVയുടെ ഡിസൈൻ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനിൽ തന്നെ ഈ വാഹനത്തെ അവതരിപ്പിച്ചു. റോഡുമായി ഇഴുകി ചേർന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എയറോ ഡൈനാമിക് ഷേപ്പിലേക്ക് ഈ വാഹനത്തെ ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുൻഭാഗത്തെ ഡിസൈൻ എന്നുള്ളത് ഒരു MPV അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റായ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമെങ്കിലും വശങ്ങളിലെ കാഴ്ചയിലാണ് ഇതിൻ്റെ ഒരു വലുപ്പം നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ കഴിയുന്നത്. തികച്ചും ഒരു MPVയുടേതായ ഒരു ഡിസൈൻ മികവിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2810 മില്ലിമീറ്റർ വീൽ ബേസിലാണ് ഈ വാഹനം. 2810 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വളരെ വലിപ്പമുള്ള ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് നൽകി. അത്രയും വീൽ ബേസ് നൽകുമ്പോൾ ഇതിനുള്ളിലും അത്രയധികം സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ 15 ഇഞ്ച് ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോഡി കളറാണ്, ഡോർ ഹാൻഡിലാണെങ്കിലും അതുപോലെ തന്നെ ആ സൈഡ് വ്യൂ മിററിൽ ഒരു ബ്ലാക്ക് കളറോടെ നൽകിയിരിക്കുന്നു. റൂഫ് റെയിൽ നൽകിയിരിക്കുന്നു, അതിനൊരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുകയാണ്. ഇത് പല സീറ്റുകളിൽ ലഭ്യമാകും, 7 സീറ്റിലും 8 സീറ്റിലും ഒക്കെ നമുക്കിത് ലഭ്യമാകുന്ന വാഹനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചില മാറ്റങ്ങൾ ഇതിൻ്റെ ഡിസൈനിലും അല്ലെങ്കിൽ ഇതിൻ്റെ പുറമേയും വരുത്തിയിട്ടുമാണ് ഈ വാഹനത്തെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 174 മില്ലിമീറ്ററാണ്. ശരിക്കും ഇതൊരു ഓഫ് റോഡ് പർപ്പസിനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു വാഹനമായതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപയോഗം ഈ വാഹനത്തിന് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും അത്തരത്തിലുള്ള ഒരു ക്ലിയറൻസ് നമ്മളുടെ ഒരു ഇന്ത്യൻ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ തന്നെ അതിനെ ഒരുക്കിയിരിക്കുന്നു. വളരെ വലിപ്പമുള്ള വിൻഡോ ഗ്ലാസുകളാണ്.
അതിനൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. നോർമലി ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന മറ്റ് ഇതേ വിഭാഗത്തിലെ വാഹനത്തിൻ്റെ ആ തേർഡ് റോയിലെ കോട്ടഡ് ഗ്ലാസ് എന്നുള്ളത് ശരിക്കും വളരെ ഒതുങ്ങിയ രീതിയിലായിരിക്കും പല വാഹനങ്ങളുടെയും. എന്നാൽ അത്യാവശ്യം വളരെ വലിപ്പത്തിൽ തന്നെ അകത്തിരിക്കുന്നവർക്ക് പുറമേ നല്ല ഒരു വിസിബിലിറ്റി ഉണ്ടാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. പിന്നെ ഒരു പ്രീമിയം സ്വഭാവം നൽകുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ അടിഭാഗത്തും ഒരു ക്രോമിയം ഫിനിഷ് നൽകിയിരിക്കുകയാണ്. പൊതുവിൽ നോക്കിയാൽ വളരെ നീളമുള്ള അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാഹനം എന്നുള്ള ഒരു അനുഭവം നമുക്ക് ഇതിൻ്റെ പിൻ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ എ പില്ലർ ഉയർന്ന് നമ്മളുടെ ആ ഒരു സി പില്ലർ, ആ ഒരു ഡി പില്ലറിലേക്കൊക്കെ വരുമ്പോൾ വളരെ താഴേക്ക് പോകുന്ന രീതിയിലേക്കും അതിനെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഈ വിഭാഗത്തിൽ ലഭ്യമാകുന്ന മറ്റു വാഹനങ്ങളെക്കാൾ കൂടിയ വീൽ ബേസിലാണ് ഈ വാഹനം ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്നത്. സാധാരണ പിൻവശം എന്ന് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പിൻ ഡിസൈൻ. എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇതിനെ ഒരുക്കിയിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ക്രോമിയത്തിൽ ആ ഒരു ഇതിൻ്റെ പേര് ഇതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. എന്നാൽ എല്ലാ ഘടകങ്ങളും പിന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കംഫർട്ടായിട്ട്. ആ ഒരു റിയർ വൈപ്പർ, ഡീഫോഗർ, അതുപോലെ തന്നെ സെൻസേഴ്സ്, ക്യാമറ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്യാമറ ശരിക്കും അത്യാവശ്യം നമുക്ക് ഉപയോഗമാണ്. കാരണം ഇത്രയും ലെങ്ത് ഉള്ള ഒരു വാഹനത്തിന് നമുക്ക് ആ ഒരു ടേൺ ചെയ്യുമ്പോഴോ അല്ലെ പാർക്ക് ചെയ്യാനോ ഒക്കെ വളരെയധികം സൗകര്യം നൽകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. പിന്നെ ബാക്കിൽ നോക്കിയാൽ ഒന്ന് താന്നിരിക്കുന്ന ഒരു ഫീല് ഈ വാഹനം നൽകുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു മുൻഭാഗത്തിൻ്റെയും വശങ്ങളുടെയും ഒക്കെ രീതിയിൽ തന്നെ അലൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പിൻവശം എന്ന് പറയാൻ സാധിക്കുന്നു. പിന്നെ ഡോർ ആണെങ്കിലും ശരി, മുകളിലേക്ക് തുറക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ, അതായത് സീറ്റുകളൊന്നും നമുക്ക് ഫോൾഡ് ചെയ്യാതെ തന്നെ ഏകദേശം 210 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ വാഹനം നൽകുന്നു. സീറ്റ് ഫോൾഡ് ചെയ്തുകളെ അനുസരിച്ച്, കാര്യം നമുക്ക് ഈ 2 റോ സീറ്റ് വരെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. അത്യാവശ്യം സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകാം. ശരിക്കും മൾട്ടി പർപ്പസ് വിഭാഗം എന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ലോഡ്ജി എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോണോകോക്ക് ബോഡിയിലാണ് നിർമ്മാണം. പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന റേഡിയേറ്റർ ഗ്രില്ലും ഹെഡ്ലാമ്പും വലിയ ഹെഡ്ലാമ്പുകളാണ്. കൂടാതെ നല്ല രീതിയിൽ കാണുവാൻ കഴിയും വിധമുള്ള വിൻഷീൽഡ്. ഡിസൈൻ മികവ് എന്നത് എടുത്തു പറയാൻ കഴിയില്ല, സാധാരണ രൂപകൽപ്പനയാണ്. ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. 4498 മില്ലിമീറ്റർ നീളവും 1751 മില്ലിമീറ്റർ വീതിയുമാണ്. വീൽ ബേസ് 2810 മില്ലിമീറ്റർ. ഇത് ഇന്നോവയേക്കാൾ കൂടുതലുമാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു മുൻഭാഗത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിനനുസരിച്ചുള്ള ഒരു ഉൾഭാഗം എന്ന് പറയാൻ സാധിക്കും. നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ആഡംബരങ്ങൾ എന്ന് എടുത്തു പറയാതെ, എന്നാൽ വേണ്ട ഘടകങ്ങൾ അല്ലെങ്കിൽ സ്വിച്ചുകൾ കൊണ്ട് സെൻട്രൽ കൺസോൾ എന്താ പറയുക കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിരവധി ഘടകങ്ങൾ ഇതിൻ്റെ ഈ സെൻട്രൽ കൺസോൾ ഉൾക്കൊള്ളിച്ചോ ഒന്നും അത്തരത്തിലൊന്നുമില്ലാതെ വേണ്ട ഘടകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഉൾഭാഗം. സെൻട്രൽ കൺസോളിൽ ഒരു കളർ മോണിറ്റർ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്തുകൂടി ഈ എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിക്കാം. അതുപോലെ തന്നെ നാവിഗേഷൻ സമ്പ്രദായം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ കഴിയുന്നത്, ഇവയെല്ലാം ഇതിലൂടെ നമുക്ക് ടച്ച് സ്ക്രീനാണ്, അതിലൂടെ തന്നെ നിയന്ത്രിക്കാം. അല്ല എങ്കിൽ സ്റ്റിയറിങ്ങിന് അടിഭാഗത്തുള്ള ഈ ഒരു കൺട്രോൾ സ്വിച്ചിലൂടെയും നമുക്കത് ക്രമീകരിക്കുവാൻ കഴിയും. പിന്നെ നോർമലി ഉള്ള ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഓഡിയോ കൺട്രോൾ സംവിധാനവും അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ആ ഒരു ലെവലുമൊക്കെ നമുക്കിതിൽ നിയന്ത്രിച്ചു പോകാൻ സാധിക്കുന്നു. മറ്റൊന്ന്, വളരെ കംഫർട്ടായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഫാബ്രിക് സീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീൽ, അതുപോലെ തന്നെ ആ രീതിയിൽ ഉയര കുറവുള്ളവർക്ക് പോലും നമുക്ക് ഈ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. വളരെ സ്പോർട്ടി ആയിട്ടുള്ളതും ഡിജിറ്റലും അനലോഗുമായിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ. 3 മീറ്ററുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലതുഭാഗത്തായിട്ട് വാഹനത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആ റൈറ്റ് സൈഡിലുള്ള മീറ്ററിലൂടെ നമുക്കറിയാം. ഓടാനുള്ള ഇന്ധനവും അല്ലെങ്കിൽ എത്ര മൈലേജ് നമുക്ക് ലഭിക്കുന്നു, ഏത് റേഞ്ചിലാണ് നമ്മൾ പോയത് എന്നിവ എല്ലാ ഘടകങ്ങളും അതിലൂടെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. പിന്നെ മാനുവലി ക്രമീകരിക്കാൻ കഴിയുന്ന AC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലൈമട്രോണിക് AC ഈ വാഹനത്തിലില്ല. ഒരു പിയാനോ ഫിനിഷിലുള്ള ഒരു ബ്ലാക്കിലാണ് നമുക്ക് ആ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ആ ഒരു ക്രോമിയം ഫിനിഷ് ചില സമയങ്ങളിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നല്ല
ആ ഒരു വെയിലുള്ള സമയങ്ങളിൽ പോകുകയാണെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ, കാരണം ഇത്രയധികം ഒരു കളറിൽ വരുന്നത് കൊണ്ട് അതും ചെറിയ രീതിയിൽ, കാര്യം അതിനെ ഒരുപാട് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്രെയിംസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും അത് നമുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യുന്നു. പിന്നെ സ്റ്റോറേജ് സ്പേസ്, നിരവധി സ്റ്റോറേജ് സ്പേസാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പിന്നെ സെൻട്രൽ കൺസോളിൽ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് നമുക്ക് വളരെയധികം യൂട്ടിലിറ്റിയാണ്. അതുകൂടാതെ എപ്പോഴും എടുക്കണം എന്ന് തോന്നുന്ന സാധനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായി ആ ഒരു ഗ്ലോ ബോക്സിന് തൊട്ട് മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ഇതിൻ്റെ ആ ഒരു 3 റോ സീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സെക്കൻഡ് റോ സീറ്റ് എന്നുള്ളത് 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. 2 പേരാണ് ഇതൊരു 8 സീറ്ററാണ്. 2 പേരാണ് എങ്കിൽ നമുക്ക് ആ ഹാൻഡ് റെസ്റ്റ്, കപ്പ് ഹോൾഡറോട് കൂടിയ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്, അത് നിവർത്തിയിട്ടതിന് ശേഷം അങ്ങനെ പോകാം. ഏറ്റവും പിന്നിലെ സീറ്റ് ഇതുവരെ ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭ്യമാകുന്ന മറ്റു വാഹനങ്ങളിൽ നിന്നുള്ള എടുത്തു പറയേണ്ടത് നല്ല ലെഗ് സ്പേസ് നൽകിയിരിക്കുന്നു. എന്നാൽ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ശരിക്കും നമുക്ക് ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ മുതിർന്നവർക്ക് ഇരിക്കുമ്പോൾ, കാര്യം തൈ സപ്പോർട്ട് കുറവായതുകൊണ്ട് കാലല്പം ഉയർത്തി വെക്കേണ്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ട്. എന്നാൽ ചെറിയ ചില യാത്രകളിലൊക്കെ വളരെ കംഫർട്ടായിട്ട് ഒരു അഡൾട്ടിനൊക്കെ ഇരിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ആ 3rd റോ സീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 റോ സീറ്റിനും വേണ്ട രീതിയിലുള്ള AC വെൻറ്റും ഈ റിയറിലുള്ള ACയും കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. 3rd റോ സീറ്റിലും കപ്പ് ഹോൾഡറും കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ സോക്കറ്റും കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ നോക്കിയാൽ വേണ്ട ഘടകങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു എക്സ്റ്റീരിയർ ആങ്കറിങ്ങിൽ പറഞ്ഞ പോലെ ഒരു 2810 മില്ലിമീറ്റർ വീൽ ബേസ് നമുക്ക് അതിൽ ഈ ഒരു ഉൾഭാഗത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് തന്നെ എത്തിയിരിക്കുന്നത് കൊണ്ട് നല്ല ഒരു സ്ഥല സൗകര്യം ലഭിക്കുന്നു. ഇതിൻ്റെ ഒരു എതിരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കുന്നത് ഇന്നോവ പോലെയുള്ള വാഹനത്തെയാണ്. അതിനേക്കാൾ കൂടുതൽ ലെഗ് സ്പേസും ഈ വാഹനം നൽകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ മാത്രമാണ് ഇന്നോവയുമായിട്ട് കുറച്ച് പിന്നിൽ നിൽക്കുന്നത്. ഇതൊരു 1.5 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ ഇത്രയും പേരെ വഹിച്ചുകൊണ്ട് എങ്ങനെ പോകും, അത്യാവശ്യം പവറുണ്ടോ എന്നിവയൊക്കെ നമുക്കിത് ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കാം. എത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പവറും ഡ്രൈവബിലിറ്റിയും. വലിയ ഉൾവശം, എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിരിക്കുന്നു. നല്ല രീതിയിൽ ഫിറ്റും ഫിനിഷുമാണ് ഉൾവശത്തിന്. ലൈറ്റ് കളർ ടോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലെ മോണിറ്ററിലൂടെ USB, ഓക്സിലറി, ബ്ലൂടൂത്ത്, നാവിഗേഷൻ എന്നിവയെല്ലാം ഉപയോഗിക്കാൻ കഴിയും. 7-8 സീറ്റുകളിൽ ഇത് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ 3rd റോ സീറ്റ് ഊരി മാറ്റുവാനും കഴിയും. അത്തരത്തിൽ ബൂട്ട് സ്പേസ് കൂട്ടുവാനും സാധിക്കുന്നു. 2nd റോ സീറ്റിനും ഫോൾഡ് ചെയ്യാൻ കഴിയും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിചിതമായ ഒരു എഞ്ചിനാണ്. ഏകദേശം പലധികം വാഹനങ്ങളിൽ ഈ എഞ്ചിൻ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. 1.5 ലിറ്റർ DCA എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ ഒരു പ്രവർത്തന മികവിനെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം റെനോ ലോഗനിൽ തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് ഡസ്റ്ററിൽ വരെ ഉപയോഗിച്ചിരിക്കുന്ന ഈ എഞ്ചിൻ തന്നെയാണ്. അത്തരത്തിൽ നോക്കിയാൽ ഈ വാഹനം മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സുഖം നൽകുന്നു. 2 തരത്തിലുള്ള പവറിലാണ് ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നത്. 85 PS പവറിലും 110 PS പവറിലും. ഈ വാഹനം നമ്മൾ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 110 PS പവറിലുള്ള ഒരു വാഹനമാണ്. 110 PS 85 തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നം, നമുക്കൊരു സിറ്റി ഡ്രൈവിലൊക്കെ അത്യാവശ്യം നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകണമെങ്കിൽ 85 ആണ് നൽകുന്നത്. കാരണം അധികം ലാഗ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആ ഒരു 85 PS. 110 PS പവർ എന്ന് പറയുന്നത് ഡ്രൈവിൻ്റെ ഒരു സുഖമറിഞ്ഞ് നമുക്ക് പോകാനും സാധിക്കുന്നു. ഒരു 245 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനം നൽകുന്നു. നമുക്ക് അത്യാവശ്യം ഏത് വേഗതയിലും ഏത് നിരത്തിലും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും കൊണ്ടുപോകാൻ കഴിയുന്നു. എത്ര വേഗത്തിൽ പോയാലും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും നമ്മളുടെ മനസ്സ് വിചാരിക്കുന്നിടത്ത് ഈ വാഹനത്തെ നമുക്ക് നിർത്തുവാനും സാധിക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് സംവിധാനമാണ്. പിന്നെ
ആറാമത്തെ ഗിയർ, അതായത് ഈ ഒരു 110 PS ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആറാമത്തെ ഗിയറിൽ ഈ വാഹനത്തെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒഴുകിപ്പോകുന്ന ഒരു ഫീലാണ്. അഞ്ചാമത്തെ ഗിയർ തന്നെ നമുക്കറിയാം, നോർമലി ഉള്ള ഒരു അഞ്ചാമത്തെ ഗിയർ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായ ഒരു ഡ്രൈവ് നമുക്ക് നൽകുമെങ്കിൽ ഈ ഒരു ആറാമത്തെ ഗിയറിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രൈവ് പോകുന്നു. ആ രീതിയിലുള്ള ഒരു ലാഗ് എന്നുള്ളത് നമുക്ക് അത്യാവശ്യം ഒരു പെട്ടെന്നൊന്ന് ഡൗൺ ചെയ്യുമ്പോഴൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു 110 PS പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഇന്നോവയേക്കാൾ കുറച്ചുകൂടി കൂടിയ ഒരു പവറാണ് ഇത് നൽകുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് 1.5 ലിറ്റർ ആണ് എങ്കിൽ പോലും വേണ്ട എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചെത്തിയിരിക്കുന്ന, എന്നാൽ ഡ്രൈവിൽ അത്യാവശ്യം നല്ല സുഖം നൽകുന്ന ഒരു വാഹനം എന്നുള്ള ഒരു അനുഭവം ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇതിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. 1461 cc DC എഞ്ചിനാണ്. 110 PS പവർ 4000 RPMിലും 245 Nm ടോർക്ക് 1750 RPMിലും നൽകുന്നു. മികച്ച യാത്രാസുഖം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഏത് നിരത്തുകൾക്കും ഇണങ്ങും വിധമുള്ള ആന്റി റോൾ ബാറോട് കൂടിയ അഡാപ്റ്റീവ് സസ്പെൻഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ABS EBD ബ്രേക്കിംഗ് സംവിധാനവും ഉൾപ്പെടുത്തി. പാസഞ്ചർ എയർ ബാഗ് സുരക്ഷയുടെ ഭാഗമായി ഘടിപ്പിച്ചു. 1 ലിറ്ററിൽ 19.98 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇരുചക്ര വാഹന നിർമ്മാണ രംഗത്ത് ജപ്പാൻ വാഹന നിർമ്മാതാക്കളുടെ ഒരു പ്രവർത്തന മികവിനെ കുറിച്ച് നമുക്കറിയാം. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വാഹന നിർമ്മാതാക്കളാണ് സുസുക്കി. ഇവർ ഇന്ത്യയിൽ പ്രവർത്തനം സ്വതന്ത്രമായി ആരംഭിച്ചിട്ട് അധികകാലമായില്ല എങ്കിൽ പോലും നിരവധി മോഡലുകളെ അവതരിപ്പിച്ചു. അതിൽ തന്നെ നിലവിലുള്ള ശൈലിയിൽ നിന്ന് മാറ്റിയിറക്കിയ ഒരു മോഡലായിരുന്നു ജിക്സർ. ജിക്സറിനെ ഒന്നുകൂടി സ്പോർട്ടിയാക്കി ഇറക്കിയിരിക്കുകയാണ് ജിക്സർ SF. ഈ വാഹനത്തെയാണ് നമ്മളിന്ന് ഫാസ്റ്റ് ട്രാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സുസുക്കി ജിക്സറിന് ശേഷം ഇറക്കുന്ന ബൈക്കാണ് ജിക്സർ SF. തികച്ചും യുവാക്കൾക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന മോഡൽ. പ്രത്യേകിച്ചും ഈ വിഭാഗത്തിൽ മത്സരം ശക്തമാകുന്ന വേളയിലാണ് ഇത്തരം ഒരു മോഡലിനെ സുസുക്കി അവതരിപ്പിക്കുന്നത്. ഓട്ടോ എക്സ്പോയിൽ ഈ വാഹനത്തെ പ്രദർശിപ്പിച്ചിരുന്നു. ജിക്സർ വിപണിയിലിറക്കി അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ജിക്സർ SFനെയും ഇവർ അവതരിപ്പിച്ചു. ഈ വാഹനത്തിന്റെ വരവോടെ വിദേശികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമായി. പ്രത്യേകിച്ച് ജപ്പാൻ വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള മത്സരമാണ് മുറുകുന്നത്. സുസുക്കി ഇന്ത്യയിൽ അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഡിസൈൻ മികവിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. സാധാരണ ഒരു ബൈക്കുകളുടെ ഡിസൈനിൽ തന്നെയായിരുന്നു ഇവർ മോഡലുകളെ ഇറക്കിയിരുന്നത്. എന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇവരുടെ സാങ്കേതിക മികവിനായിരുന്നു. ഇപ്പോൾ ജിക്സർ മുതൽ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. യൂത്തിന് വേണ്ട രീതിയിലുള്ള ആ ഒരു ബൈക്കുകളെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയും സ്പോർട്ടിയുമായ ഫീലിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ആ ഒരു സ്പോർട്ടി ഫീൽ നൽകുന്നതിൻ്റെ അടിസ്ഥാനപരമായ ശൈലി എന്നുള്ളത് മറ്റ് സൂപ്പർ ബൈക്കുകളെയും അല്ലെങ്കിൽ ഇതേ വിഭാഗത്തിലുള്ള മറ്റു ബൈക്കുകളെ അനുസ്മരിപ്പിക്കും വിധമുള്ള ആ ഒരു ഫ്രണ്ട് കവർ ചെയ്തിരിക്കുന്ന പോർഷനാണ്. പിന്നെ ഫ്രണ്ട് വൈസർ ആണെങ്കിലും സ്പോർട്ടിയായ ആ ഒരു അനുഭവം തന്നെ നൽകുന്നു. ഹെഡ് ലാമ്പിനും അതേ ഫീല് തന്നെ നൽകിയാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ മറ്റ് ഇതേ വിഭാഗത്തിൽ ഇറക്കിയിരിക്കുന്ന വാഹനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ആ ഒരു റിയർ വ്യൂ മിററൊക്കെ അതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു വശങ്ങളിലെ കാഴ്ചയിൽ നോക്കിയാൽ നമുക്ക് മറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ജപ്പാൻ വാഹന നിർമ്മാതാക്കളുടെ രൂപശൈലിയോട് ചില സാദൃശ്യമൊക്കെ തോന്നും. പിന്നെ പൂർണ്ണമായും ഡിജിറ്റലായ ഒരു മീറ്റർ കൺസോളാണ്. ആ മീറ്റർ കൺസോളിൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. അത് മികച്ച രീതിയിലുള്ള ഒരു റൈഡ് നമുക്ക് നൽകുന്നതിന് സഹായകമാണ്. നമ്മൾ ആ മീറ്റർ ഓൺ ആക്കുമ്പോൾ പോലും വാഹനം പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരു മെസ്സേജ് നൽകുന്ന രീതിയിൽ ഗോ എന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു റൈഡിലേക്ക് പോകുന്നത്. ഡിജിറ്റലി സ്പീഡോ മീറ്റർ രേഖപ്പെടുത്തുന്നു. ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം ഡിജിറ്റലി തന്നെ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിയാലും ശരി, സ്പോർട്സ് ബൈക്കിന് സമാനമായ രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. സീറ്റിൻ്റെ പൊസിഷൻ
നമുക്ക് വളരെ ഈസി ആയിട്ടിരുന്ന് റൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി. പൊതുവിൽ ഇത്തരത്തിലുള്ളൊരു ബൈക്കിനെ കുറേയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് ഇരിക്കേണ്ട രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷനെങ്കിൽ ഇത് വളരെ കംഫർട്ടായിട്ട് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. സീറ്റിൻ്റെ ഡിസൈനും സ്പോർട്ടി ഫീലാണ്, സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയല്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു മുൻ ഷോക്ക് എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക്കാണ്. പിൻ ഷോക്ക് നമുക്ക് 7 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മോണോ ഷോക്കാണ് അതിൻ്റെ പിൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ടയറാണെങ്കിലും വളരെ സ്പോർട്ടി ഫീലിൽ ആ ഒരു ബ്ലാക്ക് അലോയോടുകൂടി തന്നെ ഘടിപ്പിച്ചു. ബാക്കിൽ ആ ഒരു ടെയിൽ ലൈറ്റ് ആണെങ്കിലും LED ലൈറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ എക്സോസ്റ്റ് ആണ്, അത് ഒരു ഭാഗത്ത് തന്നെ 2 എണ്ണത്തെ അലൈൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കത്തിൽ ഡിസൈനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത എന്നാൽ ഭംഗിയുള്ള ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്നത്തെ ആ ഒരു സ്പോർട്ടി ഫീലിൽ തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വാഹനമായി നമുക്ക് ഈ SF-നെ കാണുവാൻ കഴിയും. തികച്ചും സ്പോർട്ടിയായ രൂപശൈലി. ഇന്ദു സുസുക്കിയും TVS സുസുക്കിയുമായി ചേർന്ന് ഇവർ ഇറക്കിയപ്പോഴും ഡിസൈനിൽ കാര്യമായ പുതുമകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ സ്വതന്ത്രമായതോടുകൂടി ഡിസൈനിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. ഇപ്പോൾ സുസുക്കിയിൽ നിന്ന് എത്തുന്ന എല്ലാ മോഡലുകളും സാങ്കേതിക മികവിലും ഡിസൈൻ മികവിലുമാണ് എത്തുന്നത്. മികച്ച ഒരു മോഡലായി ഈ വാഹനത്തെ മാറ്റുന്നു. മുൻകാഴ്ചയിൽ തികച്ചും സ്പോർട്ടിയായ ഒരു മോഡൽ. ഹെഡ്ലാമ്പിനും വൈസറിനുമെല്ലാം ഡിസൈനിൽ കാര്യമായ പങ്കാണ്. നല്ല ഫിനിഷോടെയുള്ള നിർമ്മാണം. എയറോഡൈനാമിക് രൂപശൈലിയിലാണ് നിർമ്മാണം. അനാവശ്യമായ ഗ്രാഫിക്സ് പതിപ്പിക്കാതെ ചെറിയ ഗ്രാഫിക്സും സുസുക്കി എന്ന സ്റ്റിക്കറുമാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത്. പഴയ ജിക്സറിൽ കിറ്റുകൾ ഘടിപ്പിച്ചപ്പോഴാണ് ഈ ശൈലി കൈവന്നതും. 6 സ്പോക്ക് അലോയ് വീലുകളാണ്. കറുപ്പും ബോഡി കളറുമാണ് ഇതിൻ്റെ നിറം. മുൻപിൽ ഡിസ്ക് ബ്രേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. നീളം 2050 മില്ലിമീറ്ററും വീൽ ബേസ് 1330 മില്ലിമീറ്ററുമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 മില്ലിമീറ്റർ. 12 ലിറ്റർ ശേഷിയാണ് ഇന്ധന ടാങ്കിന്. പൊതുവിൽ ഇതേ വിഭാഗത്തിൽ ഓടിക്കുന്ന വാഹനങ്ങൾ നൽകുന്നതിനേക്കാളുള്ള ഒരു നല്ല റൈഡിംഗ് പൊസിഷനിലാണ് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് നമുക്ക് പറ്റും. കാര്യം മറ്റുള്ള വാഹനങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കമന്ന് കിടന്ന് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക് പെയിനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഒഴിവാക്കി നല്ലൊരു ഹാൻഡിലിംഗ് പൊസിഷനിൽ ഈ വാഹനത്തെ കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 14 PS പവറും അതുപോലെ 14 Nm ടോർക്കും ഈ വാഹനം നൽകുന്നു. ഈസിയായ ഡ്രൈവും സ്മൂത്തായ റൈഡുമാണ് ഈ വാഹനം നൽകുന്നത്. ഇതിൽ 5 സ്പീഡാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു സിറ്റി റൈഡിൽ പോലും നമുക്ക് ആ ഒരു കൂടിയ ഗിയറിൽ പോകാൻ കഴിയുന്നത് കൊണ്ട് അത്യാവശ്യം ഇന്ധനക്ഷമത നൽകുന്നു. അതുപോലെ തന്നെ എഞ്ചിന് യാതൊരു തരത്തിലുള്ള വൈബ്രേഷനോ നോക്കിങ്ങോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. വളരെ സ്മൂത്തായ ഒരു എഞ്ചിൻ എന്നുള്ളൊരു ഫീല് ഓടിക്കുമ്പോഴും ഉണ്ടാകുന്നു. പിന്നെ കാലൊക്കെ ഈ ടാങ്കിനോട് ചേർത്ത് വെച്ച് പോകുന്നത് കൊണ്ടും അത്യാവശ്യം ആ ഒരു യാത്രാ സുഖമോ അല്ലെങ്കിൽ റൈഡിംഗ് ക്ഷീണമോ നമുക്ക് അനുഭവപ്പെടുകയുമില്ല. ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. 14.8 PS പവർ 8000 RPM-ലും 14 Nm ടോർക്ക് 6000 RPM-ലും നൽകുന്നു. SCP സാങ്കേതികതയായതിനാൽ മികച്ച ഇന്ധനക്ഷമതയും നൽകുന്നു. മികച്ച രീതിയിലുള്ള എഞ്ചിൻ പ്രവർത്തനമാണ് ഇത് കാഴ്ചവെക്കുന്നത്. ഏത് റൈഡിലും മികച്ച ഹാൻഡ്ലിങ്ങും ബ്രേക്കിങ്ങും നൽകുന്ന രീതിയിൽ ഇതിനെ മാറ്റി ക്ഷീണമില്ലാതെ റൈഡ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയും. സിറ്റിയിലും ഹൈവേയിലും ഹൈ റേഞ്ചിലും ഒരേ രീതിയിൽ ഈ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുവാനും കഴിയുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, ആരൂർ, ആലപ്പുഴ ജില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലൂടെയും യൂട്യൂബിലൂടെയും കാണാൻ സാധിക്കുന്നതാണ്. അടുത്തയാഴ്ച വിപണിയിലിറങ്ങിയ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.